ഇന്നത് നമുക്കൊരു മൈനനെ കിട്ടിക്കണം കേട്ടോ. മൈനൻ്റെ കുട്ടി, ചെറിയ കുട്ടി മരത്തുമെന്ന് വീണതാണേ. മരത്തുമെന്ന് വീണതാണ് കേട്ടോ ആള്. ഇതൊക്കെയാണേ. ഇതിന് കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. മരത്തുമ്മ കയറ്റി വിടാൻ വെച്ചല്ല, മറ്റേ കവുങ്ങുമെന്നാണ് വീണിക്കണേ. കുറച്ച് ദിവസം വളർത്തിയൊക്കെ എന്താവുകയെന്നുള്ളതല്ലോ, എന്താവുകയെന്നുള്ളത് നോക്കുക. എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് ചെയ്യാം. കുറച്ച് ദിവസം പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഇതിന് ഫുഡ് കൊടുക്കുക എന്നൊക്കെ ഉള്ള അറിയുന്നവരുണ്ടെങ്കിൽ പറയട്ടോ. കാരണം ഇങ്ങനെ ഇപ്പോൾ മറ്റേ കവുങ്ങുമ്മ കയറ്റി വിടാൻ പറ്റില്ല. അപ്പോൾ ഇതിനെങ്ങനെയെങ്കിലും കെയർ ചെയ്യണം. ഇതിനെന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുക എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും കുറച്ച് ദിവസം കെയർ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇഷ്ടത്തിന് എന്താ ആയിക്കോട്ടെ, അതുവരെ നമുക്ക് നോക്കാം. പുളി വില്ലേജ് കേട്ടോ. കണ്ടോക്കാണി ആസാമിലാണുള്ളത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പുളി കണ്ടോക്കാണി. നോക്കിട്ടോ, ഇത് പാലാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് പാലാണ് കേട്ടോ. വീടുകളൊക്കെ നോക്കിട്ടോ. വീടുകളൊക്കെ നോക്കി അടിപൊളി. അതായത് നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് ഇതേപോലത്തെ സിറ്റുവേഷനൊക്കെ ആയിരുന്നിട്ടാ. നമ്മൾ ടീമാണ് റോക്കി ബായ്, സൽമാൻ ബായ്, ഹായ് ബ്രോ, ഹക്കീം ഖാൻ നമ്മൾ വന്നാണ് കേട്ടോ. ഇവിടെ ഊതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓയിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്ന പരിപാടി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. അടിപൊളി. ബാക്കിൽ വമ്പം വ്യൂ. ഊതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാ മരത്തുമ്മ ചെത്തിയെടുത്ത ചീള് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇട്ടിക്കണേ. അത് കത്തിക്കാനാട്ടോ ഇവിടെ ഉപയോഗിക്കണേ. പക്ഷെ അതിന് തേർഡ് ഓയിലൊക്കെ ഊറ്റിയെടുക്കട്ടോ. വീടൊക്കെ കണ്ടാണി പുള്ളി. ഓ എൻ്റെ മച്ച. ഇതൊക്കെയാണ് വീടൊക്കെ നോക്കിട്ടോ. നാച്ചുറലായിട്ടുള്ള പരിപാടി. ഇവിടെ ഊതിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പരിപാടി നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല എയർ കണ്ടീഷന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ നല്ല വൃത്തിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോക്കാണെ സാധനം നോക്കിട്ടാ. ഇതാണ് ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന സാധനം. ലാസ്റ്റായിട്ട് लास्ट सामान है ना? हाँ लास्ट ही सामान है ये। इसको क्या बोलेगा, क्या क्वालिटी? फिनिशिंग जुरा जुरा मालिश. ഇതിന് സുറ എന്നിട്ടാ പറയാ. മീഡിയം ക്ലാസ് ആണെന്നാണ് പറയണത്. ഇതിൽ തന്നെ ഇവരിങ്ങനെ വേർതിരിക്കണം കേട്ടോ ഓരോ സൈസ് അനുസരിച്ചിട്ടേ. ഇവിടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വെളി പോയച്ചിക്കണ തോന്നുന്നുണ്ട്. എന്തായാലും വൈബ്. അതായത് ഞാനേ മറ്റേ മരങ്ങളൊക്കെ ഇങ്ങനെ ചീളുന്ന വീഡിയോ ഇട്ടില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു ഞങ്ങളവിടെ അത് വിറകാണ് പറയാന്നുള്ളത്. ആ വിറകുമെന്ന് ഊറ്റിയെടുക്കുന്ന സാധനം കേട്ടത്. ഇതാണ് ബ്ലാക്ക് ഗോൾഡ്. ആസാമിൻ്റെ തനതായ അതായത് നാച്ചുറൽ ആയിട്ടുള്ള സാധനം കേട്ടോ. നമ്മളവിടെയൊക്കെ മെഡിസിൻ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മെഡിസിൻ കൊടുത്തിട്ട് പോലും നമ്മൾ മണ്ണ് അനുയോജ്യമില്ലാത്തതുകൊണ്ട് ആ സാധനത്തിന് അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇവിടുത്തെ നാച്ചുറലായിട്ടുള്ള ഈ സാധനം കിട്ടുന്നതുകൊണ്ട് ഇതിന് പമ്പൻ ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് വേൾഡിൽ അറിയപ്പെട്ട ഒരു ഊതായിട്ട് മാറിയത് ആസാമിലെ ഊതിട്ട്. ഇവിടെ നാച്ചുറലായിട്ട് കിട്ടുന്നതുണ്ട്, പിന്നെ മെഡിസിൻ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. മെഡിസിൻ കൊടുത്തുണ്ടാക്കുന്നത് ഇത്രത്തോളം വാല്യുവേഷൻ ഇല്ല കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഈ കട്ടിങ് വെട്ടിങ് ആയിട്ടൊന്നും കിട്ടൂല. മരത്തിൻ്റെ ഉള്ളിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക. ചന്ദനത്തിൻ്റെ കാതിൽ കണ്ടുകണില്ലേ, അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാതിൽ പോകട്ടോ. ഇത് നമ്മൾ മരത്തിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടാവുക. അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ചീളാക്കി കഴിഞ്ഞ വീടുകളൊക്കെ കാണിച്ച പോലെ ചുരണ്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. ആ ഒരു പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. മെഡിസിൻ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കണത് ഇത്രത്തോളം പണി വരില്ല. പക്ഷേ ആ സാധനത്തിന് ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അത് കൂടുതലും മറ്റേ മെഡിക്കൽ പർപ്പസിനൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ കേട്ടോ. തുലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.